PSC പരീക്ഷകളിൽ ഭരണഘടന എന്ന ടോപ്പിക്കിലെ ഭാഗമായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആമുഖം. എല്ലാ പരീക്ഷകളിലും നിരന്തരമായിട്ട് ചോദിച്ചു വരുന്നൊരു ഭാഗമാണിത്. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച വ്യക്തിയാണ് BN റാവു. ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലും, ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ മനസ്സാക്ഷി, ഭരണഘടനയുടെ രക്തം എന്നിങ്ങനെയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതിയാണ് 1949 നവംബർ 26. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം എന്ന പേരിൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആമുഖം അവതരിപ്പിച്ചു. 1947 ജനുവരി 22 ഇത് അംഗീകരിക്കപ്പെട്ടു. ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് 1976 42 ഭേദഗതി പ്രകാരമാണ്. സ്ഥിതിസമത്വം, സോഷ്യലിസം, മതേതരത്വം അഥവാ സെക്യുലറിസം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ആമുഖത്തിലെ ആകെ വാക്കുകളുടെ എണ്ണം 85. ഭേദഗതി ചെയ്യപ്പെട്ട ആമുഖം നിലവിൽ വന്നത് 1977 ജനുവരി 3. ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് 1960 ബേരുബാരി കേസിലാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രസ്താവിച്ചത് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. 2000 കേന്ദ്ര സർക്കാർ നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റി അധ്യക്ഷനാണ് MN വെങ്കടാചലയ്യ. സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ വേണമെന്നാവശ്യപ്പെട്ടത് ബ്രജേശ്വർ പ്രസാദാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ പാർലമെൻറ്റ് ഹൗസിലാണ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവിയാണ്. ആമുഖത്തെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ള.